സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് നമുക്കൊപ്പം ലൈനിലുണ്ട്. കെ വി തോമസ്, എന്തായാലും സർക്കാരിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആവശ്യം, നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. താങ്കൾ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപസമിതി കൂടിയാണ് ഈ തീരുമാനമെടുത്തത്. അത് ഇവർ വിഭാഗത്തിൽ അത് മുഖ്യമന്ത്രി അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല തീരുമാനമാണ്. അത് കേരളത്തിന് ഗുണകരമാണ്. വയനാടിന്റെ പുനരുദ്ധാരണത്തിന് സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആദ്യം മുതലേ എടുത്ത ഒരു തീരുമാനം അതായിരുന്നു, അതിതീവ്ര വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും പിന്നീട് ഞാൻ ധനകാര്യമന്ത്രിയെ കണ്ടപ്പോഴും നമ്മുടെ ഈ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. അതിപ്പോൾ അംഗീകരിച്ച് CM-നെ തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് കേന്ദ്ര മന്ത്രിസഭ ഉപസമിതിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഇനിയുള്ള പുനരധിവാസ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ഏത് രീതിയിലാകും സംസ്ഥാന സർക്കാർ ഊർജിതമാക്കുക? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയും. കാരണം ഈ അതിതീവ്ര വിഭാഗത്തിൽ വരുമ്പോൾ അതിന്റെ 100% ചെലവും വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് നോംസും സംസ്ഥാന ഗവൺമെന്റും കൂടി ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത്. നമ്മുടെ നിരന്തരമായ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്നതിൽ സന്തോഷമുണ്ട്.